ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 7 മണി സമയമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദോശ ഉണ്ടാക്കുകയാണ്. മസാല ദോശ ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ അതൊന്നും ശരിയായില്ല എന്നല്ല. അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടാലറിയാം കേട്ടോ അപ്പോൾ മസാല ദോശ ആയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതിലേക്കൊരു 2-3 ഉരുളൻകിഴങ്ങ് എടുത്തു കേട്ടോ. 3-4 ഉണ്ട്. അതൊക്കെ നന്നാക്കി. പിന്നെ 2 ക്യാരറ്റും. ഇപ്പം എന്താ പച്ചക്കറിക്ക് നല്ല വിലയാണല്ലോ, നല്ല തീ പിടിച്ച വിലയാണ്. തക്കാളി 80 രൂപ, സബോള 50 രൂപ. അപ്പോൾ അതുകൊണ്ട് അധികമൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടല്ലേ വിചാരിച്ചിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ്. പിന്നെ സബോള നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 സബോള നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് വേവിച്ച് വെക്കുക. പിന്നെ ഇനി ദോശ പരിപാടിക്ക് പോട്ടെ കേട്ടോ. ഈ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോഴും കുക്കർ അടുപ്പത്ത് വെച്ച കാരണം കേട്ടോ അങ്ങനെ കുറച്ച് കളർ വ്യത്യാസം. അപ്പോൾ നെയ്യ് ഉണ്ടായിരുന്നു വീട്ടിൽ കേട്ടോ. അപ്പോൾ ആ നെയ്യ് കൊണ്ട് നന്നായി പരട്ടിയിട്ട് നമ്മുടെ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, കാലത്തെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മോള് വന്നിട്ടുണ്ട്, മരുമകനും. അപ്പോൾ ചോറൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ മീൻ കറി ഉണ്ട്, കുറച്ച് ചോറ് കമ്മിയുണ്ട്. അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഉണ്ട് അച്ഛൻ വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ ദോശ ഉണ്ടാക്കണത്. എന്താണെന്നറിയില്ല, മകളൊക്കെ വന്ന സന്തോഷത്തിലാണ് എന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ തന്നെ ഒന്ന് ഞെട്ടി ഉണ്ടാക്കുക. അപ്പം അച്ഛൻ്റെ ദോശ ഉണ്ടാക്കൽ നിങ്ങൾ കൂട്ടുകാരൊന്ന് കണ്ടോളൂ. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ കളിയാക്കുന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നാണല്ലോ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയിലൊക്കെ പരത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നെ അമ്മേനെ മാത്രമേ കാണാറുള്ളൂ. ഇന്നിപ്പോൾ അച്ഛനും കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷിക്കാത്തൊക്കെ വരുന്നു കേട്ടോ. കൂട്ടുകാർ പറയാറുണ്ടല്ലോ എപ്പോഴും മാറ്റം വരുന്നുണ്ട്, വീഡിയോ ഒക്കെ മാറ്റം വരുന്നുണ്ടെന്ന്. ശരിയാണ്, മാറ്റം വീഡിയോയിൽ വരുന്നുണ്ട്. പക്ഷെ സംസാരത്തിൽ എനിക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതേപോലെ സംസാരിക്കാനൊക്കെ കഴിയുള്ളൂ കേട്ടോ. ഞാനിവിടെ സുഖമായി ഇരിക്കുകയാണ്. അപ്പോൾ മോള് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്, വീഡിയോ എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ സുഖമാണ്. ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ അവൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അറിയണ്ടോയെന്ന് അറിയില്ല കേട്ടോ വീഡിയോ എടുക്കണത്. ഞാനപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ ഇവരുടെ 2 വീഡിയോ എടുത്തു കേട്ടോ. മോളും ഇത് അറിയണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുക്കറിലത്തെ വിസിലടിക്കുന്നുണ്ട്. പണികൾ വേഗം കഴിഞ്ഞു കേട്ടോ, കാരണം ഉരുളൻകിഴങ്ങ് വേഗം ആവല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നെയ്യിൻ്റെ നല്ല മണം ഉണ്ടായിരുന്നു, കാരണം നെയ്യ് കുറച്ചധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരു കഴിക്കുമ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചട്ടി വലിപ്പമുള്ളതാണ്, പക്ഷെ അവർ വട്ടത്തിൽ പരത്തിയാൽ മതി. എന്തായാലും അവർ 2 ഉണ്ടാക്കട്ടെ വിചാരിച്ച് ഞാൻ അവിടെ മിണ്ടാതെ അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മോള് നല്ല വട്ടത്തിലൊക്കെ ഉണ്ടാക്കിട്ടോ. മോനും പിന്നെ അവനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലത് ഒരു 5-6 നല്ല വട്ടത്തിൽ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്ത ആൾക്കാരും ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ പഴയ ആൾക്കാരൊക്കെ പിന്നെയും വരുന്നുണ്ട്, വീഡിയോ കാണാറുണ്ടെന്ന് മനസ്സിലായി. പിന്നെ പോപ്പി അവരൊന്നും ഇപ്പോൾ ആദ്യം കാണാറേ ഇല്ല കേട്ടോ. ഇപ്പോൾ ഇന്നലെയൊക്കെ കണ്ടു, വളരെ സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ പ്രവീണ്, വിഷ്ണു, വിപിൻ, പിന്നെ സഹജ, പിന്നെ എപ്പോഴും ഉഷയൊക്കെ പിന്നെ എപ്പോഴും നമ്മുടെ പേര് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ, ഞാൻ പേര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളൊന്നും വിചാരിക്കണ്ട. അങ്ങനെ പിന്നെ ഫാസിൽ റഹ്മാൻ, പിന്നെ ഇപ്പോൾ പേര് അങ്ങനെ കിട്ടില്ല. പിന്നെ നമ്മുടെ ഇക്കൂസൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് യൂട്യൂബിൽ. അതേപോലെ
അതുപോലെ ഇനി പേരൊക്കെ എഴുതിയെടുത്താലാണ് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പേരുടെ പേര് പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ രതീഷേനൊന്നും മറന്നിട്ടില്ല കേട്ടോ. രതീനൊന്നും മറന്നിട്ടില്ല. പിന്നെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് എന്നോട് പറയാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. തെറ്റുള്ളത് ആരാണ് എഡിറ്റ് ചെയ്യണത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം അങ്ങനെയും പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാനത് ഞാൻ തന്നെയാണ്, വീഡിയോ എടുക്കണതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കുറേ പോരായ്മകളുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. നല്ലോണം പറഞ്ഞാൽ എനിക്ക് അത്രയും ഇതുണ്ട്. മറ്റുള്ളവരെ വീഡിയോ കാണുമ്പോൾ എത്ര നല്ല പെർഫെക്റ്റായിട്ട് അവർ സംസാരിക്കണതും പിന്നെ വീഡിയോ എടുക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഇക്കൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിലേക്ക്. അപ്പോൾ കോട്ടയത്ത് നിന്ന്. അപ്പോൾ അവനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഫോണൊക്കെ അങ്ങനെ ക്ലിയറായി അനങ്ങാതെ പിടിച്ച് ക്ലിയറാക്കിയിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഫോണൊക്കെ അങ്ങനെ അധികം ഇളക്കാതെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മെല്ലെ അങ്ങനെ എടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് തിരക്ക് പിടിച്ചൊരു ഇതല്ലേ, രാവിലത്തെ കഴിഞ്ഞിട്ട് ഷോപ്പ് പോവുക, ആ ടെൻഷൻ, തയ്ച്ച് കൊടുത്തിരുന്ന ടെൻഷൻ. പിന്നെ അവർ ഫോൺ വിളിക്കും, എന്താ അടിച്ചില്ല അതുകൊണ്ട് ചീത്ത അറിയും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വൈകുന്നേരം വരെ. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ്റെയും അച്ഛൻ്റെയും എല്ലാവരും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അധികം സമയം കിട്ടില്ല. ഫോണിൻ്റെ മുന്നിൽ എപ്പോഴും ഇരുന്നാലും ചീത്ത അറിയും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത്. സഹജ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാച്ച കുഴപ്പമില്ല, എല്ലാം കൂടി നടക്കില്ല. ഷോപ്പ് പോണത്, 6:30 വന്നിട്ട് വീഡിയോ എടുക്കണത് എല്ലാം കൂടി നടക്കില്ല. ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോകളും ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ചിരകണം, നാളികേരം ചിരകിയെടുക്കണം. അപ്പോഴേക്കും ക്ഷീണമായിട്ടോ, കാര്യം വന്നിട്ടുള്ള പണി അല്ലേ. അച്ഛൻ നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛൻ ക്യാമറ ഉണ്ടോയെന്ന് അച്ഛനറിയില്ല കേട്ടോ. അച്ഛൻ എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അച്ഛൻ്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റില്ല, മോൻ്റെ കാണിക്കാൻ പറ്റില്ല, മോളുടെ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഇതായിട്ട് വരികയാണ്. അച്ഛനെയും കാണാൻ പറ്റി, മോനെന്നാലും ചെറിയൊരു ഭാഗത്ത് കാണാൻ പറ്റി. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ വിജയേട്ടൻ അവിടെ കോലായത്ത് പുൽപ്പായൊക്കെ ഇട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. വിശന്നിട്ടാണ് ആളിരിക്കണത്. നിങ്ങളുടെ വീഡിയോ എടുക്കൽ കാരണം കഴിക്കാൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളവിടെ അങ്ങനെ പറയുന്നുണ്ട്. ശരിയാണ്, വീഡിയോ എടുക്കൽ അവർക്ക് വിശന്നിട്ട് ഇരിക്കണതൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേഗം നാളികേരം ചിരകി ചട്നി അരച്ചു. അതൊന്നും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല, കാരണം കുറച്ച് ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിക്കാറായി. എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്കെങ്കിലും തരണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് തരാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ എങ്ങനെയും വീഡിയോ നേരം പോലെ കൊണ്ടുപോകാൻ നോക്കാം, അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഞാൻ നല്ലതിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് വേറൊരു ഇതിലാണ് ഞാൻ വരണത് കേട്ടോ. അത് നിങ്ങൾ ഇതേപോലുള്ള വീഡിയോ ഒന്നല്ല വരണത്. അത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം. ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതേപോലുള്ള വീഡിയോ അല്ല ഇപ്പോൾ വരാൻ പോണത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. കുക്കിങ്ങോ പിന്നെ പുഴയിൽ പോണതോ കടയിൽ പോണതോ അതൊന്നുമല്ല. അത് നമുക്ക് ചിലപ്പോൾ അത് വൈകുന്നേരത്ത് വരും കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ. വിജയേട്ടൻ കിടന്നു. ഇനിയിപ്പോൾ അധികം ഫോണിൽ കളിച്ചാൽ കുറച്ച്